ആകാശഗംഗയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. തുലാക്കൂറുകാർക്ക് ഏപ്രിൽ മാസം ശനി അവരുടെ ദോഷസ്ഥാനത്ത് നിന്നൊക്കെ ഗുണസ്ഥാനത്തേക്ക് രാശി മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെയായി ശനിയും വ്യാഴവുമൊക്കെ ദോഷസ്ഥാനങ്ങളിൽ നിന്ന് തുലാക്കൂറുകാർക്ക് അസന്തുഷ്ടിയും അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ, അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്ണർമാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ, ഇങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങളൊക്കെ തുലാക്കൂറുകാരിൽ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് 6, 8, 12 ഭാവാധിപന്മാരുടെ ദശയൊക്കെ നടക്കുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശനിയുടെ ഈ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ തോതിൽ സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. മെയ് മാസം 14 വ്യാഴവും രാശി മാറും. വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിലാണ്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എങ്കിലും കഴിഞ്ഞുപോയ മാസത്തെയൊക്കെ അപേക്ഷിച്ച് ഗുണകരമാണ് ഇനി വരാനുള്ള നാളുകൾ എന്ന് തന്നെ ഉറപ്പായും പറയാവുന്നതാണ്. അതുപോലെ 6, 8, 12 ഈ ഭാവാധിപന്മാരുടെയൊക്കെ ദശ നടക്കുന്നവരെ, 6, 8, 12 ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശ നടക്കുന്നവരെ, അവരൊക്കെ ഇപ്പോൾ തന്നെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ആ ഗ്രഹത്തിനൊക്കെ വേണ്ട ദോഷപരിഹാരമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതിന് നന്നായിരിക്കും. ഏപ്രിൽ മാസത്തെ ഫലത്തിൽ ആദ്യം ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യമാണല്ലോ ഒരു പ്രധാനമായ വേണ്ട കാര്യം. ആരോഗ്യം നന്നായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും ആകുന്നതാണ്. ഏപ്രിൽ മാസം യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പുറത്തൊക്കെ നിന്നുള്ള ഫാസ്റ്റ് ഫുഡുകളെ, അതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കണം. അത് ഉറപ്പായും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഈ അലർജി സംബന്ധമായ രോഗമൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ അവരൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 6, 8, 12 ഭാവാധിപന്മാരുടെ ദശ നടക്കുന്നവരാണ് എങ്കിൽ അവർക്ക് കൂടുതലുണ്ടാകാം. ഏതെങ്കിലും ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ രോഗത്തിന് വേണ്ടി ആയിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു രോഗിയെ കാണാനോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും കാണാനോ ഒക്കെയുള്ള സന്ദർശനം ആയാലും മതി. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തൊഴിലിൽ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം എനർജറ്റിക്കായിട്ട് കാണാം. അതുപോലെ ചില സമയങ്ങളിലൊക്കെ ജോലിയിൽ വളരെയധികം മടിയൊക്കെ കാണിക്കുന്നതുമാണ്. ജോലിയിലൊക്കെ വളരെയധികം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങളെക്കൊണ്ടത് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല പലപ്പോഴും. ഏപ്രിൽ ഒരു 5-ാം തീയതിക്കൊക്കെ ശേഷം ജോലിയിലൊക്കെ കൂടുതൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതും തൊഴിലില്ലാതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു 5-ാം തീയതിക്കൊക്കെ ശേഷം കൂടുതൽ ഗുണകരമാണ്. ഒരു 15-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ ഗുണം ഉണ്ടാകുന്നതാണ്. മേലധികാരികളോടോ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളോ ഒക്കെ നിങ്ങളുടെ തൊഴിലിന് പ്രശംസ, അംഗീകാരം ഒക്കെ നൽകും. അതുവഴിയൊക്കെ ഭാവിയിലൊക്കെ നിങ്ങൾക്ക് പ്രയോജനവും ലഭിക്കുന്നതാണ്. ഈ 5-ാം തീയതിക്കൊക്കെ മുൻപ് തൊഴിലിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകരുത്. അതുപോലെ നമുക്കറിയാത്ത കാര്യങ്ങളിൽ വെറുതെ ആണെങ്കിൽ പോലും ഒരു അഭിപ്രായം പറയാനും നിൽക്കരുത്. 15-ാം തീയതിയൊക്കെ കഴിയുമ്പോൾ
ജോലിയിലൊക്കെ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ ദിവസ വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാരണവശാലും തൊഴിലുമായി കൂട്ടിക്കലർത്തരുത്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ നല്ല ഗുണകരമായിട്ടൊക്കെ പോകും. എങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ 15-ാം തീയതിക്കൊക്കെ ശേഷം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ തങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം. അതുപോലെ ഈ പാർട്ട്ണർ അറിയാതെ ഒരു കാര്യവും ചെയ്യുകയും അരുത്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ ജോലിയിലൂടെയൊക്കെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ദിവസ വേതനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും സാമ്പത്തിക ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. എങ്കിലും ചില അനാവശ്യ കാര്യങ്ങൾക്കായിട്ടോ ഒക്കെ ചിലവുകൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വരവും ചെലവും ഒക്കെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളൊക്കെ ഈ സമയത്തുണ്ടാകാം. ഞാൻ പഠിച്ചത് തന്നെയൊക്കെ ആയിരിക്കുമോ പരീക്ഷയ്ക്ക് വരുന്നത്? എനിക്ക് നല്ലതുപോലെയൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കുമോ? എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കകൾ ഈ സമയത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം. അതുപോലെ പുതിയ പുതിയ ചിന്തകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഉണ്ടാകാം. വിദേശത്തൊക്കെ പോയി പഠിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയി എന്തെങ്കിലും പഠിക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ ഈ സമയത്തൊക്കെ ചിന്തിക്കാം. അതുപോലെ പുതിയ കോഴ്സുകളുടെ കാര്യം, പുതിയ കോളേജിലൊക്കെ ചേരുന്ന കാര്യം, അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ. പ്രധാനമായും ടെൻഷൻ ഈ മാസം ഒഴിവാക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം. ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ മാസമൊക്കെയാണ്. എങ്കിലും ചില സംശയങ്ങളൊക്കെ പരസ്പരം ഉടലെടുക്കുന്നതാണ്. അത് ഏത് കാര്യത്തിനാണെന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിവും ഉണ്ടായിരിക്കില്ല. അതുപോലെ മൂന്നാമതൊരു വ്യക്തിയൊക്കെ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ഇടപെടാനും സാധ്യതയുണ്ട്. വൈവാഹിക ജീവിതത്തിൽ 5-ാം തീയതിക്കൊക്കെ ശേഷം വളരെ നല്ല സന്തോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്നതാണ്. നിങ്ങളുടെ പങ്കാളിക്കാണെങ്കിൽ പല കാര്യങ്ങളിലും തിരക്കുകളൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടാം. അതുപോലെ പങ്കാളിയുടെ തൊഴിലിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ സമയത്ത് ഉണ്ടാകാം. ദമ്പതികൾക്കൊക്കെ ചിലപ്പോൾ പരസ്പരം ചിലവഴിക്കുന്നതിനുള്ള സമയത്തിൻ്റെ കുറവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പരസ്പരം ഒരുമിച്ച് ചിലവഴിക്കാനുള്ള സമയക്കുറവുകളൊക്കെ അനുഭവപ്പെടാം. എങ്കിലും ബന്ധമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോഴോ അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഏപ്രിൽ മാസം എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. ഈ ഏപ്രിൽ മാസം കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായി ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദേവിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചൊല്ലുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.